തുടരും ലാലേട്ടൻ തരുൺമൂർത്തി കൂട്ടുകെട്ടിലിറങ്ങിയ ഒരു വണ്ടർഫുൾ മൂവി. സിനിമയുടെ തുടക്ക സീൻ മുതൽ ക്ലൈമാക്സ് വരെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്ന് കണ്ട സിനിമകളിൽ ഒരു സിനിമ കൂടി. ചിന്തിപ്പിച്ചു, കരയിപ്പിച്ചു, രസിപ്പിച്ചു, രോമാഞ്ചം കൊള്ളിപ്പിച്ചു എന്നൊക്കെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. നമ്മുടെ എൻഡ് കാർഡ് എഴുതി കാണിക്കുമ്പോൾ മോഹൻലാൽ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ തന്നെയുണ്ട് ഒരു ഫീല്. നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നോ, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരുന്നോ, അതിലൊന്നും അല്ല. ആ ലാലേട്ടൻ്റെ എന്താ പറയുക, കവിളുകളും പിരികവും എല്ലാം അഭിനയിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകും. നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ഒരുപാട് ബാധിക്കും. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് റിവ്യൂ ഇടുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് കണ്ടതിന് ശേഷമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഇടണമെന്ന് വെച്ചാണ്, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ, തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ. പിന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ് കേട്ടോ. അതാണ് ആ സിനിമയെ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ആ സീൻ മുതൽ അവസാനം വരെ ആ BGM ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ സിനിമയുടെ വിജയത്തിന്. സോ എല്ലാവരും നല്ലൊരു തിയേറ്ററിൽ കാണുക. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഹരിപ്പാട് ലാൽ സിനിമ അങ്ങനെ എന്താ പറയുക, ലാലേട്ടൻ്റെ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അതിൽ 2Kയിലാണ് കണ്ടത്. പക്ഷെ എനിക്ക് സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയില്ല, കുറേ ഡയലോഗ്സ് ഒക്കെ മിസ്സായിട്ടുണ്ട്. സോ എല്ലാവരും നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണുക. നല്ലൊരു BGM ഉള്ള, നല്ലൊരു ഫീല് തരുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്